ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനോ അല്ലെങ്കിൽ കുറെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുള്ളതല്ല നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾക്കകത്ത് അല്ലെങ്കിൽ ഓപ്ഷൻസ് വളരെ കൺഫ്യൂസീവ് ആവുന്ന അവസരങ്ങളിൽ നമുക്ക് എങ്ങനെ എലിമിനേഷൻ അപ്രോച്ച്, ഫോർ എക്സാമ്പിൾ UPSC സിവിൽ സർവീസ് എക്സാമിന്റെ പ്രിലിംസ് ഒക്കെ എഴുതുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു അപ്രോച്ചാണ് എലിമിനേഷൻ അപ്രോച്ചസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓപ്ഷൻസ് വെട്ടി എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അത് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഫോർ എക്സാമ്പിൾ PSCക്ക് ചോദിച്ച 10th ലെവൽ, ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ KS എക്സാമിനേഷൻ ഒക്കെ ചോദിച്ച പൊളിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ലൈക്ക് എക്കണോമിക്സ് പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ സയൻസിന്റെ പാർട്ടിൽ നിന്ന് ചോദിച്ചില്ല, ജോഗ്രഫിയുടെ പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ആ ഒരു എലിമിനേഷൻ അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എലിമിനേഷൻ അപ്രോച്ച് എങ്ങനെ ചെയ്യാം, ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, ഉത്തരം മുഴുവൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അപ്രോച്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നു. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബേസിക്കലി ഇതിനകത്തൊരു എന്താ പറയുക, ഒരു റിസ്ക് എലമെന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ആ റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എലിമിനേഷൻ അപ്രോച്ചിലേക്ക് കിടക്കുന്നത്. അല്ലാതെ ഇതൊരിക്കലും 100% ആക്യുറേറ്റ് മെത്തേഡ് ആണെന്നുള്ള ഇതൊന്നും ഞാൻ പറയില്ല. പക്ഷേ ആൻസർ കിട്ടാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലായിരിക്കും. കാരണം അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ട്. 4 ക്വസ്റ്റ്യൻ 50% പ്രോബിലിറ്റിയിലൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് അതിനകത്ത് ഔട്ട്കം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ആ ഒരു ബേസിസിലാണ് നമ്മൾ ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ ഫസ്റ്റ് മിനിസ്ട്രി ഓഫ് കേരള അണ്ടർ EMS നമ്പൂതിരിപ്പാട്? ജോസഫ് മുണ്ടശ്ശേരി വാസ് ദി മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, PK ചാത്തൻ വാസ് ദി മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രി, KR ഗൗരി വാസ് ദി മിനിസ്റ്റർ ഓഫ് ലാൻഡ് റവന്യൂ, KP ഗോപാലൻ വാസ് ദി മിനിസ്റ്റർ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ കോഡ്സ് ഗിവൺ ബിലോ. തന്നിരിക്കുന്നതിനകത്തുനിന്ന് കറക്റ്റ് ആൻസർ ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ ബേസിക്കലി PSC പഠിക്കാൻ തുടങ്ങിയ എല്ലാവർക്കും അറിയാവുന്ന ഏക കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരി വാസ് ദി മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ. സോ അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മുടെ ഓപ്ഷൻസിനകത്ത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. സോ നമ്മൾ നോക്കുമ്പോൾ എക്കകത്ത് ഒന്നുണ്ട്, സിക്കകത്ത് ഒന്നുണ്ട്, ഡിക്കകത്തൊന്നുണ്ട്. എന്നാൽ ബിക്കകത്ത് മാത്രം എന്തില്ല, ബിക്കകത്ത് മാത്രം ഒന്നില്ല. അതുകൊണ്ട് ബി എന്ന് പറയുന്ന ആൻസർ ആവില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. നമ്മൾ അതിനെ കട്ട് ഔട്ട് ചെയ്തു. അടുത്തത് PK ചാത്തൻ വാസ് മിനിസ്റ്റർ. മജോറിറ്റി ആളുകൾക്ക് അറിയാൻ ചാൻസ് ഇല്ല. പിന്നെ അറിയാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് KR ഗൗരി വാസ് ദി മിനിസ്റ്റർ ഫോർ ലാൻഡ് റവന്യൂ. KR ഗൗരി ആയിരുന്നു ലാൻഡ് റവന്യൂ മിനിസ്റ്റർ എന്ന് പറയുന്നത്. ശരിക്കും ആദ്യത്തെ മിനിസ്റ്റർ റവന്യൂ മന്ത്രി എന്ന് പറയുന്നത് KR ഗൗരിയമ്മ ആയിരുന്നു. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു 75% ആളുകൾക്കും ഇതിനെപ്പറ്റിയും ഒരു ധാരണയുണ്ടാവും. സോ 75% ആളുകൾക്കാണ്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണെന്ന് നമുക്ക് ഏകദേശം ഒന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റും. സോ അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായതുകൊണ്ട് തേർഡ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതാണത്. അപ്പം ഓപ്ഷൻ A വെട്ടിപ്പോകും. പിന്നെ പോയിട്ട് C അല്ലെങ്കിൽ D. സോ ഇവിടെ കറക്റ്റ് ആയിട്ട് വരാവുന്നതെങ്കിൽ C അല്ലെങ്കിൽ D ആണ് ഇവിടുത്തെ ആൻസർ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ Aയും Bയും അല്ല, C അല്ലെങ്കിൽ D ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നതിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിച്ചു. സോ ഈ ഒരു ക്വസ്റ്റിനകത്ത് നമുക്ക് എലിമിനേഷൻ വഴി വെച്ചൊരു നോർമൽ നോളജ് വെച്ചിട്ട് നമുക്ക് എത്താവുന്നത് C അല്ലെങ്കിൽ D ആണ് ഇവിടുന്ന് ആൻസർ എന്നുള്ളതാണ്. നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ എത്താം? സോ ഇപ്പൊ നമുക്ക് എന്തായി, ഫോർ എക്സാമ്പിൾ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ശരിയാവുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 25%. 3 ഓപ്ഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ശരിയാവുന്ന ശതമാനം 33% ഉത്തരം ശരിയാവാം. അല്ലെങ്കിൽ 2 ഓപ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ശരിയാണ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് 50%. സോ അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് നിങ്ങൾ ഇങ്ങനെ കീപ്പ് ചെയ്തെന്ന് വിചാരിച്ചു, നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്താത്തത് കൊണ്ട്. സോ ബേസിക്കലി ഇവിടെ എന്താ പറയുക, ഈ നമ്മളിവിടെ നോക്കുമ്പോൾ അപ്പൊ ഈ 2 ഓപ്ഷൻ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ 2 ഓപ്ഷനിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ഉറപ്പായി. കാരണം എന്താണ്, ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 1 3 4. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി നമ്മൾ ആകെ നോക്കേണ്ടത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ. KP ഗോപാലൻ വാസ് ദ മിനിസ്റ്റർ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ആ സമയത്ത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മിനിസ്റ്റർ KP ഗോപാലൻ. ഇത് കറക്റ്റ് ആയിട്ട് അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് ഇതിൽ ഏതാണോ കറക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാത്തവർക്ക് C അല്ലെ D എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് നിൽക്കുക. സോ നമുക്ക് അങ്ങനെ കീപ്പ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് ഇങ്ങനെ ഒരു അപ്രോച്ചിലേക്ക് നമ്മൾ നിർത്തിയെന്ന് വിചാരിക്കും. അപ്പം അടുത്തൊരു ചോദ്യം, which of the following which of the following options are correct? In theory, dash and dash should be equal, but in practice, they typically differ because they are constructed in different approaches. National income, net national product, real GDP and nominal GDP, consumer price index, producer price index. പെട്ടെന്ന് കാണുമ്പോൾ അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2 വാക്കുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് തിയററ്റിക്കലി സെയിം ആവുന്നത്. പ്രാക്ടിക്കലി ഡിഫറൻസ് ആണ്, തിയററ്റിക്കലി സെയിം ആവുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആകെ ഈ ഓപ്ഷൻസിനകത്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ കൺസ്യൂമർ പ്രൈസും പ്രൊഡ്യൂസർ പ്രൈസും. സോ പ്രൊഡ്യൂസർ പ്രൈസ്
കൺസ്യൂമർ പ്രൈസ്. സോ ബേസിക്കലി നമ്മൾ കോമൺ സെൻസിൽ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും, ഒരു സാധനം ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അയാളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റിന്റെ റോ മെറ്റീരിയൽ, അത് ഉണ്ടാക്കാനുള്ള മെഷീനറി അല്ലെങ്കിൽ അതിന്റെ വേജുകളെല്ലാം. അപ്പൊ പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രമാണ് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം വരുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഈ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്ന് ആ പ്രൊഡക്റ്റ് വെളിയിൽ വരാൻ എടുക്കുന്ന കോസ്റ്റ്, ആ കോസ്റ്റിന്റെ കൂടെ ടാക്സും കൂടെ ചേർന്നാണ് ഒരു കൺസ്യൂമർ ഒരു സാധനം വാങ്ങുന്നത്. ഏതൊരു സാധനം വാങ്ങിയാലും അതിന്റെ ആക്ച്വൽ കോസ്റ്റ് എന്താണ്, അതിന്റെ കൂടെ ടാക്സ് കൂടെ ചേർന്നാണ് കൺസ്യൂമർ കോസ്റ്റ് വരുന്നത്. സോ അപ്പോൾ ഉറപ്പായിട്ടും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും രണ്ടായിരിക്കും. കറക്റ്റ്. പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഒരിക്കലും തിയററ്റിക്കലി എന്താവില്ല, ഈക്വൽ ആവില്ല. സോ 3 ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഒരിക്കലും കറക്റ്റ് ആവില്ല. സോ ഇതും വെട്ടിപ്പോവും. കറക്റ്റാ. പിന്നെ ആകെ ഒരു ഓപ്ഷൻ ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി. ഇനി നമ്മൾ നോക്കുമ്പോൾ റിയൽ ജി ഡി പി, നോമിനൽ ജി ഡി പി. കറക്റ്റാ. റിയൽ ജി ഡി പി അഥവാ നോമിനൽ ജി ഡി പി, അവ രണ്ടുകൂടിയാണ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്നത്. സോ ഇതിനകത്ത് ഇവിടെ മനസ്സിലായി എ അല്ലെങ്കിൽ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് നമുക്ക് എത്താനായിട്ട് പറ്റി. എ അല്ലെങ്കിൽ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് എത്താനായിട്ട് പറ്റി. സോ ഇനി ഇതിനകത്ത് രണ്ടിനകത്തുനിന്ന് ഏതെങ്കിലും കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പോകാനായിട്ട് പറ്റും. ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ റിയൽ ജി ഡി പി, നോമിനൽ ജി ഡി പി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, റിയൽ ജി ഡി പി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പഴയ വർഷത്തെ മാർക്കറ്റ് പ്രൈസിനെ, കോൺസ്റ്റന്റ് മാർക്കറ്റ് പ്രൈസിനെ അടിസ്ഥാനമാക്കിയുള്ള റിയൽ ജി ഡി പി. നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് ഇപ്പോഴുള്ള മാർക്കറ്റ് പ്രൈസ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ബേസ് ഇയർ ആയിട്ട് 2011 വെച്ചാൽ 2011 1 കിലോ തക്കാളിക്ക് 15 രൂപയായിരുന്നെങ്കിൽ ആ 15 രൂപ വെച്ചിട്ട് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് റിയൽ ജി ഡി പി. നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് ഇപ്പോൾ 1 കിലോ തക്കാളിക്ക് 45 രൂപയാണെങ്കിൽ ആ 45 രൂപ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ശരിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ തെറ്റാണ്. ഈസി ആയിട്ട് നമുക്ക് ഓപ്ഷൻ എയിലേക്ക് എത്താനായിട്ട് പറ്റും. പക്ഷെ ഒരു നോർമൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് എ അല്ലെങ്കിൽ ബിയിലേക്ക് മാത്രമാണ്. എ അല്ലെങ്കിൽ ബിയിലേക്ക് മാത്രമാണ്. ഇനി അടുത്തത് എഴുത്തുകാരുടെയും കൃതികളുടെ അടിസ്ഥാനത്തിൽ ചേരുംപടി ചേർക്കുക. ഇത് വായിക്കുമ്പോൾ തന്നെ എല്ലാം അറിയാവുന്നവരാരും കാണത്തില്ല. പക്ഷെ എന്നാലും ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എത്താനായിട്ട് പറ്റും. ഓടക്കുടൽ, രണ്ടാം മൂഴം, ഒരു ദേശത്തിന്റെ കഥ, കയർ. സോ ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കൃതി കയറാണ്. കയർ എഴുതിയത് തകഴിയാണെന്ന് അറിയാം. അതായത് D2 ആയിട്ട് വരണം. D2 ആയിട്ട് വരുന്ന ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇവിടെ D1 ആണ്. സോ ഓപ്ഷൻ എ ഈസി ആയിട്ട് വെട്ടാം. പിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഏകകൃതി എന്ന് പറയുന്നത് രണ്ടാം മൂഴമാണ്. രണ്ടാം മൂഴം എഴുതിയത് ആരാണ്? MD വാസുദേവൻ നായർ. അപ്പൊ ബി എന്ന് പറയുന്നത് 4ആണ്. സോ ഇവിടെ ബി 1ആണ്. അപ്പൊ ഈ ഓപ്ഷൻ വരില്ല. ഇവിടെ ബി എന്ന് പറയുന്നത് 3ആണ്. അപ്പൊ ഈ ഓപ്ഷൻ വരില്ല. ബി എന്ന് പറയുന്നത്. സോ ഇതാണ് കറക്റ്റ് ആയിട്ട് എത്തുക. സോ ബേസിക്കലി എല്ലാ ഓപ്ഷനും അറിയേണ്ട, 2 ഓപ്ഷനും തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ബാക്കി കഥ അറിയത്തില്ല, അതറിയത്തില്ല, ഇതറിയത്തില്ല, ആലോചിക്കേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. Which of the following objectives are not embodied in the preamble of the Constitution of India? So Constitution of India പറഞ്ഞിരിക്കാത്ത അല്ലെ പ്രിയാമ്പിളിൽ പറയാത്ത കാര്യങ്ങൾ എന്തൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ യൂണിറ്റി ഓഫ് ദ നേഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുന്നത് വി ആർ ദ പീപ്പിൾ ഓഫ് ദി ഇന്ത്യ സോളംലി കോൺസ്റ്റിറ്റ്യൂട്ട് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക്. സോ എന്നും പറഞ്ഞാണ് നമുക്ക് എന്ത് പോകുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ പോകുന്നത്. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് യൂണിറ്റി ഓഫ് ദ നേഷൻ അഥവാ ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ബേസിക്കലി സെസിഡിനെ പറ്റി ആരും കേട്ടിട്ട് കാണില്ല. യൂണിറ്റിയും ഉണ്ട്, ഇന്റഗ്രിറ്റിയും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താണ്, സോ ബേസിക് ലൈക്ക് പ്രിയാമ്പിളിനെ പറ്റി വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. അതിനകത്ത് യൂണിറ്റി എന്ന് പറയുന്ന വാക്കുണ്ട്, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്കുണ്ട്. സോ 1ഉം 3ഉം ഉണ്ട്. അപ്പൊ ഇല്ലാത്തതായിട്ട് എന്ത് വരാൻ പറ്റില്ല? ഇല്ലാത്തതായിട്ട് 1ഉം വരാൻ പറ്റില്ല, 3ഉം വരാൻ പറ്റില്ല. ദെൻ ഇതൊന്നുമില്ല, നൺ ഓഫ് ദി അബോവ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ഓൾറെഡി യൂണിറ്റി ഇന്റഗ്രിറ്റി ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ഈസി ആയിട്ട് ഓപ്ഷൻ ബിയിലേക്ക് നമ്മൾ എത്തി. സോ എനിക്ക് മറ്റേ വാക്കിനെ പറ്റി അറിയില്ല, പക്ഷെ ബാക്കി 2 ഉണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ബാക്കിയുള്ള ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് ആൻസറിലേക്ക് ചെല്ലും. നെക്സ്റ്റ് വൺ, ദ എർത്ത് ഔട്ടർ കോർ ഈസ് ലിക്വിഡ് വൈൽ ദ ഇന്നർ കോർ ഈസ് സോളിഡ്. സോ ബേസിക്കലി നമ്മൾ എർത്തിന്റെ സർഫസ് എടുത്താൽ ക്രസ്റ്റ്, മാൻഡില്, ഔട്ടർ കോർ, ഇന്നർ കോർ. ഈ ഇന്നർ കോർ എന്ന് പറയുന്നത് സോളിഡ് ആണ്, ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. സോ ബേസിക്കലി അത് കറക്റ്റ് ആണ്. സോ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അത് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് എന്താ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയുന്ന ഓപ്ഷനെ നമുക്ക് വെട്ടിക്കളയാനായിട്ട് പറ്റും. ഇനി ആ സ്റ്റേറ്റ്മെന്റ് അസർഷൻ വായിക്കാൻ നമ്മൾ ഇൻഡിവിജ്വലി വായിച്ചു നോക്കാം. ദ ഇമ്മൻസ് പ്രഷർ ഓൺ ദി എർത്ത് സെന്റർ ഫോഴ്സസ് ദ ഇന്നർ കോർ ഇൻടു എ സോളിഡ് സ്റ്റേറ്റ് ഡെസ്പൈറ്റ് ഓഫ് ബീങ് ഹൈ ടെമ്പറേച്ചർ. അതായത് നമുക്കറിയാം ഇന്നർ കോറിന്റെ മണ്ടയിലേക്ക് ടൂ മച്ച് ഓഫ് ലൈക്ക് എന്താ പറയാ
എർത്തിന് ടു മച്ച് ഓഫ് പ്രഷർ ഉണ്ട്. ആ പ്രഷർ മൂലം എന്താണ് അതൊരു സോളിഡ് സ്റ്റേറ്റ് ജനറേറ്റ് ചെയ്യുന്നു റെസ്പെക്റ്റീവ് ഓഫ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ അസേർഷനും സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ അസേർഷൻ ഫോൾസ് ആണെന്ന് പറയുന്നത് നമുക്ക് വെട്ടിക്കളയാനായിട്ട് പറ്റും. ബാക്കി എന്തുണ്ട്? ബാക്കി അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി ആണ് ആൻസർ എന്ന് മനസ്സിലായി. ഇത് അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അറിയാമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാം. പി അല്ലെങ്കിൽ ബി ആണ് ആൻസർ എന്ന് നമുക്ക് എത്തിവെക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് നമ്മൾ എലിമിനേഷനിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. വേറൊരു കാര്യം നമ്മൾ അടുത്തൊരു ചോദ്യം നോക്കിയാൽ, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്തിരിക്കുന്ന രാജ്യങ്ങളും ചുവടെ ചേരുംപടി ചേർക്കാം. നിയമനിർമ്മാണ പ്രക്രിയ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, അർത്ഥ ഫെഡറൽ സംവിധാനം, നിർദ്ദേശക തത്വങ്ങൾ. സോ ബേസിക്കലി പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് അയർലൻഡ്, കാനഡ, അമേരിക്ക, ബ്രിട്ടൻ ഇതുമായിട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരാം. സോ വളരെ ക്ലിയർ ആയിട്ട് പാർലമെന്ററി സിസ്റ്റം ഉള്ള ഒരു രാജ്യം, ഇതിനകത്തുള്ള ഒരു രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ഇപ്പൊ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് കോപ്പി ചെയ്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. പിന്നെ അറിയാൻ സാധ്യതയുള്ളത് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് അറിയാവുന്നതായിട്ടുള്ളത് അമേരിക്കയിലാണ്. ഓക്കെ, സോ ഒന്നാമത്തെ എന്ന് പറയുന്നത് 4 ആയിരിക്കും. 4 ആണെങ്കിൽ ഓപ്ഷൻ ഡി എ വെട്ടിക്കളയാനായിട്ട് പറ്റും. ദെൻ 2 എന്ന് പറയുന്നത് 3 ആണ്. 2 എന്ന് പറയുന്ന ഓപ്ഷൻ ബി എ വെട്ടിക്കളയാം. അപ്പൊ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ഉത്തരം. അപ്പൊ എ അല്ലെങ്കിൽ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ ഒരെണ്ണത്തിലേക്ക് സെലക്ട് ചെയ്യാനായിട്ടാണ്. പിന്നെ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ, അപ്പൊ എ അല്ലെങ്കിൽ സി ആണെന്ന് നമുക്ക് 2 ഓപ്ഷനെ കട്ട് ചെയ്ത് നമ്മുടെ ഉത്തരം ശരിയാനുള്ള പ്രോബിലിറ്റി 50% ആക്കാനായിട്ട് നമുക്ക് സാധിച്ചു. എന്തിനാ 2 ഓപ്ഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഞാൻ അവസാനം പറയാം. ഓക്കെ, സോ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന, കറക്റ്റായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. തെറ്റാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നല്ല കടമെടുത്തിരിക്കുന്നത്. കറക്റ്റാ. കാരണം ഫണ്ടമെന്റൽ റൈറ്റ്സ് അഡോപ്റ്റഡ് ഫ്രം എവിടെ നിന്നാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് 2 കോൺസെപ്റ്റുകളിൽ നിന്ന് വന്നെന്ന് പറയാനായിട്ട് പറ്റും. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്ന് വന്നെന്ന് പറയാം. അതുപോലെ സം ഓഫ് ദ റൈറ്റ്സിനകത്ത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നും പറയാനായിട്ട് പറ്റും. പിന്നെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനൊക്കെ ഇതിനകത്ത് ഇൻഫ്ലുവൻസ് വരാം. സോ ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നല്ല. സോ ബേസിക്കലി ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായതുകൊണ്ട് തന്നെ 1 മാത്രം അല്ലെങ്കിൽ ഡി ഇവയെല്ലാം നമുക്ക് ഈസി ആയിട്ട് വെട്ടാനായിട്ട് പറ്റും. പിന്നെ ഇത് അറിയത്തില്ലാത്ത ഒരാളാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഇതൊന്നും അറിയത്തില്ലാത്ത ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യം, ഈ പറയപ്പെടുന്ന PSC പഠിക്കാൻ തുടങ്ങി അത്യാവശ്യം വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചറിയാം, നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 7 മൗലിക അവകാശങ്ങൾ, ഭരണഘടനയിൽ ഇപ്പോൾ ശരിക്കും 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. കാരണം 7ാമത് മൗലിക അവകാശമായിരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്തപ്പോൾ 6 മൗലിക അവകാശങ്ങളുണ്ട്. സോ അങ്ങനെയാണ് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 3 തെറ്റാണെങ്കിൽ ഇവയെല്ലാം തെറ്റാണ്. 3 തെറ്റാണെങ്കിൽ ഡി എന്ന് പറയുന്നത് ഇവയെല്ലാം. അപ്പൊ എ അല്ലെങ്കിൽ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. സോ ബേസിക്കലി ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പിന്നെ നമുക്ക് ഫ്രാൻസിൽ നിന്നാണ് ഫ്രാൻസുമായിട്ട് മൗലിക അവകാശങ്ങൾ കടമെടുക്കാനുള്ള സാധ്യത വളരെ, കാരണം ഫ്രാൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിരിക്കുന്നത് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന 3 ഐഡിയാസ് ആണ് ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് എടുത്തിരിക്കുന്നത്. സോ അതല്ല എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. എങ്കിൽ പോലും എ അല്ലെങ്കിൽ ബി ആണ് ആൻസർ എന്ന് തീരുമാനിക്കാനായിട്ട് ഇതിൽ നിന്ന് നമുക്ക് സാധിക്കും. ഇതിനോട് നോക്കി ഇന്ത്യൻ ഭരണഘടനയിൽ നൽകിയിരിക്കുന്ന ചില ഭേദഗതികൾ ചൂടാൻ നൽകുന്നത് ചേരുംപടി ചേർക്കാം. സോ ബേസിക്കലി ഇതിനെ നോക്കുമ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നത് 73ാമത് ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തുമായിട്ടും 74 കോർപ്പറേഷനുമാണെന്ന്. അപ്പൊ 3 എന്ന് പറയുന്നത് 2 ആണെന്ന് അത്യാവശ്യം ആളുകൾക്ക് അറിയായിരിക്കും. 3 2 ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനും വെട്ടിക്കളയാനായിട്ട് പറ്റും. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം വായിക്കുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരെണ്ണം എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ 86ാമത് 86 എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. 2 എന്ന് പറയുന്നത് 1 ആണ്. 2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് ക്യാൻസൽ ആയി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ 2 എണ്ണത്തിൽ നിന്ന് തന്നെ ആൻസറിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. സോ ഓപ്ഷൻ ബി ആണെന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയറാ? സോ ഇവിടെ നോക്കിയാൽ താഴെ പറയുന്നവയിൽ കേന്ദ്രകാര്യ നിർവഹണ ഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്?
ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റ് ആണെന്ന് നമുക്കറിയാം. ഗവൺമെന്റ് തലവൻ പ്രധാനമന്ത്രിയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അത് ശരിയാണെങ്കിൽ ശരിയായ പ്രസ്താവനകൾക്ക് അത് എന്ത് വരും? ഒന്ന് വരും. ഒന്നില്ലാത്തത് വെട്ടിക്കളയാം. അപ്പൊ രണ്ടും മൂന്നും വെട്ടിപ്പോയി. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്ന പ്രസിഡന്റിന്റെ അംഗീകാരത്തിലൂടെ. അതും നോർമലി എല്ലാവർക്കും അറിയാം പ്രസിഡന്റ് അംഗീകാരത്തോടു കൂടിയാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ് ഒന്നും രണ്ടും ശരിയാണ്. ഒന്നും രണ്ട് ശതമാനം ഇത് തെറ്റാണ്, നമുക്ക് വെട്ടാനായിട്ട് പറ്റും. ഇനി ഭരണഘടനയുടെ 91ാമത് ഭേദഗതി അനുസരിച്ച് കേന്ദ്ര മന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 20. ഈ ശതമാനം മിക്കവാറും ആളുകൾക്ക് അറിയണമെന്നില്ല. പക്ഷെ അത് കറക്റ്റ് 15% അറിയണമെന്നില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഓപ്ഷൻ എ അല്ലെ ഡിയിലേക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റി. ഓപ്ഷൻ എ അല്ലെങ്കിൽ ഡിയിലേക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റി. അതിൽ നിന്ന് എന്ത് ചെയ്യണം നമുക്ക് ലാസ്റ്റ് കാണാം. ഓക്കെ, ഇതിൽ ഉറപ്പിക്കാനായിട്ട് പറ്റി. ബാക്കി രണ്ട് ഓപ്ഷൻ അല്ല. ഓക്കെ, ഇവിടെ നോക്കി അടുത്ത ചോദ്യം നോക്കി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണ ബലം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായ ഏതൊക്കെ? ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറയുന്നു. ഭൗമോപരിതലത്തിൽ നിന്ന് ആഴത്തിലേക്ക് പോകുന്തോറും ജിയുടെ വാല്യൂ കൂടി വരുന്നു. ധ്രുവ പ്രദേശങ്ങളിലേക്ക് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. ഇവിടെ എല്ലാവർക്കും അറിയാവുന്നത് ധ്രുവ പ്രദേശങ്ങളിൽ ജിക്ക് ഉയർന്ന മൂല്യവും ഇക്വറ്റോറിയൽ റീജിയനിൽ ജിയുടെ വാല്യൂ കുറവുമായിരിക്കും. അപ്പം ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ 3 പ്രസ്താവനകൾ ശരിയാന്നുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. 1ഉം 2ഉം ശരിയെന്ന് പറയുന്നത് വെട്ടിക്കളയാണ്ട് പറ്റും. പിന്നെ ഇത് 1ഉം 3ഉം ആകാം, 2ഉം 3ഉം ആകാം. 3 പ്രസ്താവനകളും ശരിയാവാം. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. മുകളിലേക്ക് പോകുന്തോറും ജിയുടെ വാല്യൂ കുറയുന്നു, താഴേക്ക് പോകുന്തോറും ജിയുടെ വാല്യൂ കൂടി വരുന്നു. സോ എന്താണ് ഈ 3 സ്റ്റേറ്റ്മെന്റ്? എ അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി ആണെന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റും. സോ ഇവിടെ ഒരു കൺഫ്യൂസീവ് വരുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ജിയുടെ വാല്യൂവിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ ജിക്ക് വാല്യൂ വരുന്നത് എർത്തിന്റെ സർഫസിൽ. താഴോട്ട് പോയാലും മുകളിലേക്ക് പോയാലും കുറയുവാണ് ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് ഇത് രണ്ടും കോൺട്രഡിക്ടറി ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഭൗമോപരിതലത്തിന് മുകളിലേക്ക് ജിയുടെ വാല്യൂ കൂടുന്നു കുറയുന്നു. സോ രണ്ടും ഒരേ ഇത് കാണിക്കുന്നത് കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ശരിയെന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റും. സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ഉറപ്പിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആ ഓപ്ഷൻസിനെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ എലിമിനേഷൻ വെച്ചിട്ട് 3 എണ്ണത്തിൽ നിന്ന് ഇങ്ങനെ, അതായത് എടുക്കാനുള്ള കറച്ച് 3 എണ്ണം സെലക്ട് ചെയ്ത് വെച്ചു. അപ്പൊ നിങ്ങൾ ഒരു ആൻസർ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിനുവേണ്ടിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുത്തത്. ഇവിടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയും, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റും, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റും, 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. ബട്ട് 3 ഓപ്ഷൻസിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തെ കുറിച്ച് ശരിയാണ്. അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ്. അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത് സമ്പർക്ക പ്രക്രിയ വഴി. ഇവിടെ ആകെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്തൊരു വാതകമാണ് അമോണിയ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് അറിയാം. 2 ശരിയാണെങ്കിൽ ഒന്നെങ്കിൽ എ വരാം, അല്ലെങ്കിൽ സി വരാം, അല്ലെങ്കിൽ ബി വരാം. ഈ പറയപ്പെടുന്ന അല്ലെന്ന് ഉറപ്പിക്കാം. ഇനി അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. സോ മിക്കവാറും ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ് അമോണിയയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്രൈഗണൽ പിരമിഡൽ ആണ്, അല്ലെങ്കിൽ ഒരു പിരമിഡൽ സ്ട്രക്ചർ ആണെന്ന് കൂടുതൽ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണെങ്കിൽ ഒന്നെങ്കിൽ ബി അല്ലെങ്കിൽ സി ആണ് ആൻസർ എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ബി അല്ലെങ്കിൽ സി ആണ് ആൻസർ എന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റും. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അറിയാനും അറിയാതിരിക്കാനും സാധ്യതയുണ്ട്. സോ നമ്മുടെ 2 ഓപ്ഷനിലേക്ക് നമ്മൾ എത്തി. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ ചേരുംപടി ചേർക്ക ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികൾ. 42ാമത് ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പഞ്ചായത്ത് കൃത്യമായിട്ട് അറിയാം. 73ാമത് ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സോ 73 അപ്പൊ എന്താ 3 എന്ന് പറയുന്നത്? സോ 3 എന്ന് പറയുന്നത് ഒന്നാണെന്ന് ഉറപ്പിക്കാം. 3 എന്ന് പറയുന്നത് ഒന്നാണെന്ന് ഉറപ്പിക്കാം. 3 ഒന്നായിട്ട് വരുന്ന ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഈ ഓപ്ഷന് വെട്ടിക്കളഞ്ഞു. ഇനി പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരെണ്ണം എന്ന് പറയുന്നത് എന്താ പറയാ 86ാമത് ഭേദഗതി. 86ാമത് ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 86ാമത് ഭേദഗതി എന്ന് പറയുന്നത് 86ാമത് ഭേദഗതി എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്. അപ്പൊ 4ാമത്തേത് 3ാമത് വരാം. സോ അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് വരുന്നത്. സോ ഓപ്ഷൻസിനെ വെട്ടാനായിട്ട് പറ്റത്തില്ല. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. 4D3. അപ്പൊ നോക്കിയാൽ 4D3. അപ്പം 4ാമത്തേത് 4
നാലാമത്തേത് D3. ഇവിടെ നോക്കി, നാലാമത്തെ D3 ചെറിയ ഭരണഘടന. ചെറിയ ഭരണഘടനയും 86ാം ഭേദഗതിയുമായി ബന്ധമില്ല. കാരണം 42nd അമെന്റ്മെന്റ് ആക്ട് ആണ് ചെറിയ ഭരണഘടന എന്നുള്ള കോൺസെപ്റ്റ്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ 86 എന്ന് പറയുന്നതിന് പിന്നെ ആകെയുള്ള പോസിബിലിറ്റി എ മാത്രം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21E, അത് എല്ലാവർക്കും അറിയാം. അപ്പൊ 4 എന്ത് വരണം? 4A വരണം. 4A വരണമെങ്കിൽ ഈ ഓപ്ഷനും വെട്ടിപ്പോവും, ഈ ഓപ്ഷനും വെട്ടിപ്പോവും. ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓപ്ഷൻ ഡിയിലേക്ക് എത്തും. വളരെ സിമ്പിൾ. നമുക്ക് രണ്ടെണ്ണം അറിയത്തുള്ളൂ. 73 അറിയാം. 73 ത്രിതല പഞ്ചായത്ത്, ഒരു ഓപ്ഷൻ നമ്മൾ വെട്ടിക്കളഞ്ഞു. ക്ലിയർ. ദെൻ നാലാമത്തെ 86ാമത്തെ ഭേദഗതി എന്ന് പറയുന്ന വിദ്യാഭ്യാസമാണ്. നമ്മൾ 3 ഓപ്ഷനിലേക്ക് എത്തി. പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കി രണ്ടിടത്തും കൂടെ ചെറിയ ഭരണഘടന 86 അല്ലെന്നറിയാം. കാരണം എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A ആണെന്നറിയാം. അപ്പൊ 4A3 ആണെന്ന് ഉറപ്പാണ്. 4A3 വെച്ചിട്ട് ഒരേ ഒരു ഓപ്ഷൻ, ഓപ്ഷൻ ഡിയിലേക്ക് എത്തി. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിച്ചു. അപ്പൊ നമ്മൾ ഇങ്ങനെ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ടുപിടിക്കും. ഫോർ എക്സാമ്പിൾ ഓപ്ഷൻസ് 2 ഓപ്ഷൻസിലേക്ക് എത്തി. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ എക്സാമിന് എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി എക്സാമിന് നല്ല സ്കോർ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നീട് ഈ ഒരു അപ്രോച്ച് നടത്തേണ്ട കാര്യമില്ല. അല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ 2 ഓപ്ഷൻസിലേക്ക് എടുത്തെഴുതുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരിടത്ത് Aയും Bയും കിട്ടി, ഒരിടത്ത് Aയും Cയും കിട്ടി, ഒരിടത്ത് Bയും Dയും കിട്ടി, ഒരിടത്ത് Aയും Cയും കിട്ടി, ഒരിടത്ത് Bയും Cയും കിട്ടി, വേറൊരിടത്ത് Aയും Dയും കിട്ടി. ഇങ്ങനെ 6 ക്വസ്റ്റിനകത്ത് ഇങ്ങനെ നമ്മൾ എത്തിയെന്ന് വെച്ചാൽ, എന്നിട്ട് ഇപ്പം ഓരോ ഓപ്ഷൻസ് എത്ര എണ്ണം വെച്ച് വന്നു എന്ന് നോക്കാം. എ എന്ന് പറയുന്നത് 1, 2, 3, 4 പ്രാവശ്യം വന്നു. ബി എന്ന് പറയുന്നത് 1, 2, 3 പ്രാവശ്യം വന്നു. ബി എന്ന് പറയുന്നത് 3 പ്രാവശ്യം വന്നു. സി എന്ന് പറയുന്നത് 3 പ്രാവശ്യം വന്നു. ഡി എന്ന് പറയുന്നത് 2 പ്രാവശ്യം വന്നു. അപ്പൊ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ ഈ ചോദ്യത്തിനകത്ത് എല്ലാം എ എന്ന് പറയുന്ന ഓപ്ഷനെ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഇവിടെയും 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 എ എന്ന് പറയുന്ന ഓപ്ഷനെ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. ചില അപ്രോച്ചിനകത്ത് പറയുന്നത് ഈ 2 എണ്ണത്തിലും എ തന്നെ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ പേഴ്സണലി ഞാനത് പ്രിഫർ ചെയ്യില്ല. അതിന് പകരം നിങ്ങൾ ഈ 2 ഓപ്ഷൻ മിച്ചം വന്നാൽ ബിയും ഡിയും എത്തി. അപ്പോൾ അവിടെ ബി 2 ഇടത്തും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ബി ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പ്രോബബിലിറ്റിക്കലി നിങ്ങളുടെ ആൻസർ നിങ്ങൾ നെഗറ്റീവ് മാർക്ക് വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ, നെഗറ്റീവ് മാർക്ക് വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്തായാലും പോസിറ്റീവായിട്ടൊരു മാർക്ക് ഈ ഡിഡക്ഷൻ അപ്രോച്ചിലൂടെ നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ആൻസറിലേക്ക് എത്തണം. അപ്പോൾ ഒരു ഡിഡക്ഷൻ അപ്രോച്ച് ഞാൻ പറയാം. നിങ്ങൾ 2 ഓപ്ഷൻ വീതം എത്തിക്കഴിഞ്ഞാൽ എത്ര എണ്ണം വെച്ച് ഓപ്ഷൻ കിട്ടിയെന്ന് വെച്ച് നോക്കുക. അപ്പോൾ എത്ര എണ്ണം വെച്ച് ഓപ്ഷൻ കിട്ടിയെന്ന് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഏതാണ് ഓപ്ഷൻ വരുന്നത് അത് ആ ഓപ്ഷൻസിനകത്ത് എല്ലാം സെലക്ട് ചെയ്യുക. ആ ഓപ്ഷൻ അല്ലാന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസിനകത്ത് വേറെ ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, കുഴപ്പമില്ല. അതല്ല മറ്റേ തന്നെ സെലക്ട് ചെയ്താലും വിഷയങ്ങളൊന്നുമില്ല. അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് അതല്ലെന്ന് ഉറപ്പ് വരുന്ന കേസിനകത്ത് ബാക്കി 2 ഓപ്ഷൻസിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, 2 ഓപ്ഷൻ ഒരേപോലെ വന്നാൽ എന്ത് ചെയ്യും? എ എന്ന് പറയുന്ന 4 പ്രാവശ്യമുണ്ട്, ബി എന്ന് പറയുന്ന 4 പ്രാവശ്യമുണ്ട്. അപ്പം ഒന്നെങ്കിൽ എ തന്നെ എല്ലായിടത്തും ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബി തന്നെ ചൂസ് ചെയ്യുക. അതായത് എയും ബിയും മാറ്റി മാറ്റി കൊടുക്കരുത്. എ തന്നെ എല്ലായിടത്തും ചൂസ് ചെയ്യുക, ബി തന്നെ, അതായത് ഈ ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻസിനകത്ത് എ തന്നെ എല്ലാത്തിനും ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബി തന്നെ എല്ലാത്തിനകത്തും ചൂസ് ചെയ്യുക. ഇങ്ങനെയാണ് എലിമിനേഷൻ അപ്രോച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.